ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഈ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ലൈവായിട്ട് ഫ്രീ ആയി കാണാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജിയോ ടി വി എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അന്നേരം ഇതുപോലെ പോപ്പ് ആയിട്ട് ഇതിലെ നോട്ടിഫിക്കേഷൻ പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അത് അലോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി മുകളിൽ കാണുന്ന 3 വരെ മെനു ബാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലോഗിൻ എന്നൊരു ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. ഇവിടെ എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ജിയോ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിനിടയിൽ കാണുന്ന ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചിലപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വെരിഫൈ ആവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഇവിടെ OTP വരികയും ഓട്ടോമാറ്റിക്കായിട്ട് അത് സബ്മിറ്റ് ആയിട്ട് വെരിഫൈ ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ജിയോ TV ആപ്ലിക്കേഷനിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിലെ മുകളിൽ ഫോർ എന്ന സെക്ഷനിൽ ഇതിൽ ഈ വർഷം ഇപ്പം ഓരോ ദിവസം ഓരോ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ലൈവ് കാണാനുള്ള പോസ്റ്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആ പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് അന്ന് നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാം. അല്ലെങ്കിൽ ഇതിലൂടെ മുകളിൽ ഇതേപോലെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് അതിൽ കാണുന്ന സ്പോർട്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ ഈ വർഷം ഇപ്പം ഓരോ ദിവസം ഓരോ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ലൈവ് കാണാനുള്ള പോസ്റ്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ അതിനിടയിൽ സ്പോർട്സ് ചാനൽസ് ലൈവ് TV എന്ന ഭാഗത്ത് അന്ന് നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാനുള്ള സോണി സ്പോർട്സ് TV ചാനലുകളുടെ കൊടുത്തിട്ടുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണുന്ന ആ പോസ്റ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വർഷം ഓരോ ദിവസം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവായിട്ട് ഫ്രീ ആയി ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ലൈവ് ബാക്ക് അടിച്ചിട്ട് ക്ലോസ് ചെയ്ത് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പോർട്സ് ചാനൽസ് ലൈവ് TV എന്ന ഭാഗത്തുള്ള യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാവുന്ന സോണി സ്പോർട്സ് ചാനലുകൾ കാണാം. അതിലേതെങ്കിലും ഒരു ചാനൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ സോണി സ്പോർട്സ് 5 എന്ന ചാനൽ ക്ലിക്ക് ചെയ്തു. അന്നേരം ഈ വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാനുള്ള ലൈവ് സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ആ സ്ക്രീനിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്ലേ ബട്ടൺ വരും. ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് പ്ലേ ചെയ്യുക. ആ ഒരു സമയത്ത് കുറച്ച് സമയം ഇതേപോലെ ഒരു പരസ്യം കാണിക്കും. അത് കഴിഞ്ഞ് ഈ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്ന് നടക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവായിട്ട് ഫ്രീ ആയി ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് 100% വർക്കിംഗ് ആണ്. ബഫറിംഗ് ഒന്നുമില്ലാതെ നല്ല HD ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ ലൈവ് സ്ട്രീം ക്വാളിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ താഴെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലെ പോപ്പ് ആയിട്ട് വീഡിയോ ക്വാളിറ്റി സെലക്ട് ചെയ്യാനുള്ള ഒരു ആരോ മാർക്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഓപ്ഷനിൽ ഹൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ, അതായത് നല്ല HD ക്വാളിറ്റിയിൽ ഈ വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാം. അടുത്ത ഇതിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഫുൾ സ്ക്രീനിന്റെ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതേപോലെ ഫുൾ സ്ക്രീനിൽ ലൈവായിട്ട് കാണാൻ സാധിക്കും. അതിലൂടെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ കാണുന്ന 30 സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഫുട്ബോൾ മത്സരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ 30 സെക്കൻഡ് പിന്നോട്ടോ അല്ലെങ്കിൽ 30 സെക്കൻഡ് മുമ്പോട്ടോ പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കാണാൻ സാധിക്കും. അതുപോലെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണാം. അതുപോലെ അതിൽ പ്ലേ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫുട്ബോൾ മത്സരം ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. കൂടാതെ ഇവിടെ സ്ക്രീനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഒരു സ്ക്രീനിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓപ്ഷനിൽ ഒറിജിനൽ, ഫിറ്റ് ടു സ്ക്രീൻ, സ്ട്രെച്ച് തുടങ്ങിയ ഓപ്ഷനിൽ നമ്മൾ ഇതിൽ ലൈവ് കാണുമ്പോൾ ഏത് സ്ക്രീനാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കാണാം. അതുപോലെ ഇവിടെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ലോക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണുമ്പോൾ നമ്മുടെ കൈ അറിയാതെ തെറ്റിയിട്ട് നമ്മുടെ ഫോണിന്റെ ഏതെങ്കിലും സ്ക്രീനിന്റെ ഭാഗത്ത് അറിയാതെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കാണുന്ന ലൈവ് സ്ട്രീമിംഗ് ബാക്ക് ആവുക, ക്ലോസ് ആവുക, ക്യാൻസൽ ആവുക, അല്ലെങ്കിൽ ഫോണിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരികയോ ചെയ്യുകയില്ല. ശേഷം ഇങ്ങനെയുള്ള സ്ക്രീൻ ലോക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലോക്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് ചാനൽ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ചാനൽ മാറ്റാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിയോ TV ആപ്ലിക്കേഷനിൽ നമുക്ക് ചാനൽ മാറ്റി നോക്കാനും സാധിക്കും. അടുത്തത് ഇവിടെ ഈ ഫുൾ സ്ക്രീനിൽ നിന്ന് നോർമൽ സ്ക്രീനിലേക്ക് മാറാൻ വേണ്ടി ഇവിടെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ വീണ്ടും ആ ഫുൾ സ്ക്രീൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ ലൈവ് നോർമൽ സ്ക്രീനിലേക്ക് മാറി വരും. തുടർന്ന് ഈ നോർമൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇടത് വശത്ത് മുകളിൽ കാണുന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഒന്നും കൂടി ചെറുതായിട്ട് താഴെ വരും. ഈ ഒരു സമയത്ത് ഈ ആപ്ലിക്കേഷനിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. അതോടൊപ്പം ഇത് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ നോർമൽ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം ലൈവായിട്ട് കാണുമ്പോൾ ഇതിലിവിടെ അതിലേതെങ്കിലും ലൈവ്
ഭാഗം നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ലൈവിൻ്റെ ഇടയിൽ കാണുന്ന വാച്ച് ലിസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അതുപോലെ ഈ ലൈവ് സ്ട്രീം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവിടെ റെക്കോർഡ് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്യാം. അതുപോലെ ഈ ലൈവ് സ്ട്രീം നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ താഴെ ഷെയർ എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ റിപ്പോർട്ട് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ലൈവ് സ്ട്രീം വർക്ക് ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. മാത്രമല്ല ഈ ലൈവ് സ്ട്രീം നമുക്ക് ഇവിടെ ആഡ് ടു ഫേവറേറ്റ് എന്ന ഒരു ലവ് ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് പിന്നീട് നമുക്കത് കാണാനും സാധിക്കും. ഇനി ലൈവ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് അതിൽ കാണുന്ന ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ക്ലോസ് ആയിക്കോളും. അങ്ങനെ ഇവിടെ ബാക്ക് വന്നിട്ട് തുടർന്ന് താഴെ ഹോം എന്ന ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ഹോം പേജിൽ വന്നാൽ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് മൂവികൾ, ഡെയിലി ന്യൂസ് അപ്ഡേറ്റുകൾ, അതുപോലെ ഒരുപാട് ലൈവ് TV ചാനലുകളൊക്കെ തന്നെ അവിടെ ലഭിക്കും. അതുപോലെ ഇവിടെ താഴെ മൂവീസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പേജിൽ മൂവികൾ ലൈവായിട്ട് കാണാൻ സാധിക്കുന്ന ഒരുപാട് ലൈവ് TV മൂവി ചാനലുകൾ നമുക്കിവിടെ ലഭിക്കും. അതിനിപ്പുറം താഴെ പ്രീമിയം എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പ്രീമിയം പേജിൽ OTT റിലീസ് ചെയ്യുന്ന പ്രീമിയം വെബ് സീരീസ്, പുതിയ മൂവികൾ, സീരിയലൊക്കെ നമുക്കിവിടെ ലഭിക്കും. ഇതിൽ താഴെ ഗെയിംസ് എന്ന ടാബ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓൺലൈൻ ഗെയിംസ് ഒക്കെ നമുക്ക് ലഭിക്കും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാം. പിന്നെ അതിൻ്റെ ഇപ്പുറം മ്യൂസിക് എന്ന ടാബ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ടാബിൽ ഒരുപാട് മ്യൂസിക്കുകൾ നമുക്ക് ലഭിക്കും, ഒരുപാട് സോങ്ങുകളൊക്കെ ലഭിക്കും. അത് മാത്രമല്ല ഈ ആപ്ലിക്കേഷനിൽ മുകളിൽ 3 വരെ മെനു ബാർ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനിൽ മറ്റു സെറ്റിംഗ്സ് ഫീച്ചറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഈ ആപ്ലിക്കേഷന് മുകളിൽ ഒരു സെർച്ച് ബാർ ഉണ്ട്, ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും സിനിമ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഫീച്ചറൊക്കെ ഉള്ള ഒരു അടിപൊളി ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ് GeoTV എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നമ്മുടെ മൊബൈൽ ഫോണിൽ ലൈവ് ആയിട്ട് ഫ്രീ ആയി കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.